ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു മാവ് പൂത്തു നിൽക്കുക എന്നത് തന്നെയാണ്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മൾ ഒരു മാവ് വീട്ടിൻ്റെ മുറ്റത്ത് വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുന്നത്. അത് നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും ഇത് എന്ന് കായ്ക്കുമെന്ന്. അതുപോലെ ആഗ്രഹിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മാവ് ഇതുപോലെ നിറയെ പൂത്ത് ചിതറി വരുന്നത്. എന്നാൽ നമ്മുടെ മാവിൽ പൂക്കുന്ന പൂവെല്ലാം മാങ്ങയായി മാറുവാൻ ഒരു ട്രിക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാവും പൂത്ത് നിൽപ്പുണ്ടെങ്കിൽ അത് പൂ പൊഴിഞ്ഞു പോവാതെ മാങ്ങയായി മാറാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് മാങ്ങയായി ആ പൂവുകളെ വർദ്ധിപ്പിച്ചെടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മാവ് ഇപ്പോൾ ഒരുപാട് പൂക്കാൻ വൈകിയാണ് പൂത്തിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം തന്നെ നമ്മളെ ഡിസംബർ മാസത്തിലുള്ള കോരിച്ചൊരിയുന്ന മഴ തന്നെയാണ്. അതായത് ഡിസംബർ മാസത്തിൽ മാവിന് കിട്ടേണ്ട ചെറിയൊരു ചൂടുണ്ട്. ആ ചൂട് മാവിന് കിട്ടാത്തത് കൊണ്ടും സമയത്തത് ലഭിക്കാത്തത് കൊണ്ടുമാണ് മാവ് പൂക്കാൻ ഇത്രയേറെ താമസിച്ചത്. അതായത് ഡിസംബർ മാസത്തിൽ മാവിന് കിട്ടേണ്ട ഒരു ചൂട് കിട്ടിയില്ല. അത് ചൂടും കിട്ടാണ്ട് അതുപോലെ തന്നെ വെള്ളവും കിട്ടാണ്ടിരിക്കുമ്പോൾ മാവിനൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും. അതായത് മാവിന് ചൂട് കിട്ടുകയും അതുപോലെ തന്നെ വെള്ളം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ചെടികൾക്ക് കിട്ടുന്ന കാർബൺ നൈട്രജൻ അനുപാതം എന്ന് പറയും, അതായത് CN റേഷ്യോ. ഇതിലൊരുപാട് മാറ്റങ്ങൾ വരികയും ആ മാറ്റങ്ങളിലൂടെയാണ് മാവ് പൂക്കുകയും ചെയ്യുന്നത്. അതായത് ചെടിയിലെ കാർബൺ നൈട്രജൻ്റെ അനുപാതത്തിൽ വ്യത്യാസം വരുമ്പോൾ മാവ് വളർച്ചാ ഘട്ടം വിട്ട് പൂവിട്ട് കായ്ക്കുന്ന സ്റ്റേജിലേക്ക് മാറുന്നത്. ഇങ്ങനെ ഒരവസ്ഥ നമുക്ക് ഡിസംബർ മാസത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ മാവ് പൂക്കാൻ ഇത്രയേറെ വൈകിയത്. അപ്പോൾ ഇങ്ങനെ വൈകി പൂക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെ പൂക്കളിൽ സൂര്യതാപമേറ്റ് പൂക്കൾ മൊത്തം പൊഴിഞ്ഞു പോകും. ഇതുപോലെ നമ്മുടെ മാവിലെ പൂ പൊഴിഞ്ഞു പോകാതിരിക്കാനായി നമ്മൾ ചെയ്യേണ്ടത് നല്ലതുപോലെ മാവ് പൂത്തു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് മാവിനൊരു നല്ല നനയും കൊടുക്കുക. അത് ഒരു ദിവസം മാത്രം നനച്ചാൽ പോരാ കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് നമ്മുടെ മാവിന് തടം വെട്ടിയിട്ടിട്ടുള്ളത് തടം നല്ലതുപോലെ കുതിരത്തക്ക വിധത്തിൽ അങ്ങ് നനച്ചു കൊടുക്കണം. പൈപ്പ് ലൈനൊക്കെ ഉള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഒരു 100 ലിറ്റർ വെള്ളം വരെ നമുക്ക് ഒരു മാവിന് കൊടുത്തിരിക്കണം. അത് കുറഞ്ഞത് ഇപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു 50 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഒരു മാവിന് ചുവട്ടിൽ നനച്ചു കൊടുക്കണം, ഇതുപോലെ പൂവിട്ട് നിൽക്കുമ്പോൾ. ഇനി വെള്ളത്തിന് വളരെ ക്ഷാമം അനുഭവിക്കുന്നവരാണെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു പരിപാടി, കാരണം എനിക്ക് വെള്ളത്തിന് വളരെ ക്ഷാമമുള്ളതാണ്, കൃഷിക്ക് തന്നെ വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുളിമുറിയിൽ ഞാൻ കുളിക്കാൻ കയറുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ചരുവ എടുത്ത് പൈപ്പിൻ്റെ ചുവട്ടിൽ വയ്ക്കും. സോപ്പിടുന്ന വെള്ളം മാത്രം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വെള്ളവും ആ ചരുവത്തിലോ ബക്കറ്റിലോ ഒക്കെ പിടിച്ച് വെച്ചതിന് ശേഷം അതിനെ ഞാൻ എൻ്റെ മാവിൻ്റെ ചുവട്ടിൽ ഒഴിക്കാറാണ് പതിവ്. എനിക്കൊരു കർഷക സുഹൃത്ത് പറഞ്ഞു തന്നതാണ് കേട്ടോ. പുള്ളിയുടെ വീട്ടിൽ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുമ്പോൾ ചെടികൾ നനയ്ക്കാൻ വേണ്ടി പുള്ളി ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കും പറഞ്ഞു തന്നത്. ചെയ്യുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഇത് നല്ലതായിട്ട് എടുക്കുന്നതുമുണ്ട്, ചീത്തയായിട്ട് എടുക്കുന്നതുമുണ്ട്. എന്നാൽ നമുക്ക് വെള്ളം വെറുതെ വേസ്റ്റാക്കി കളയുന്ന വെള്ളത്തെ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം. അതിൽ സോപ്പിൻ്റെ അംശമോ സോപ്പ് പതയോ ഉണ്ടാവരുത്. അത് മാത്രം ഒഴിവാക്കിയുള്ള വെള്ളം നമുക്ക് ശേഖരിച്ച് കൃഷിക്കെടുക്കാം. അപ്പോൾ ഇത്രയേറെ വെള്ളം എന്തിനാണെന്ന് നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ മാവിൽ പൂക്കുന്ന പൂക്കളെല്ലാം ഇതുപോലെ വലിയ മാങ്ങയായി മാറണമെങ്കിൽ ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യം മാവിനുണ്ട്. വെള്ളം ധാരാളമായിട്ട് നമ്മളെ മാവിന് കിട്ടുകയാണെങ്കിൽ നമ്മുടെ മാവിലെ മാങ്ങ വലിയ മാങ്ങയാവാനും അതുപോലെ തന്നെ ഈ മാങ്ങ മൂത്തു വരാനുള്ള സമയദൈർഘ്യവും കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നല്ല മാംസമുള്ള മാങ്ങ നമുക്ക് കിട്ടുകയും ചെയ്യും. മാംസം എന്ന് പറയുന്നത് അകത്ത് കാണുന്ന പൾപ്പ്, അത് ധാരാളമായിട്ടുണ്ടാവുകയും നല്ല വലിപ്പമുണ്ടാവുകയും അതുപോലെ തന്നെ മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റും കിട്ടും. മാവിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണമെന്ന് പറഞ്ഞാൽ
നമ്മുടെ മാവ് പൂക്കുന്നത് വരെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മാവ് പൂത്ത് കഴിഞ്ഞാൽ ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മാവ് ഒരുപാട് താമസിച്ചാണ് പൂത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം പകൽ നല്ല ചൂടും അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ ചൂട് കുറവുമാണ്. ഈ ഒരു സാഹചര്യമാണ് കുമിൾ രോഗങ്ങൾ ഉണ്ടാവാനും പെരുകാനും ഉള്ള സമയം, അതായത് കീടങ്ങളുടെ ആക്രമണം കൂടുന്ന സമയം. അതുകൊണ്ട് തന്നെ നമ്മുടെ മാമ്പൂ പൊഴിഞ്ഞു പോകാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇതുപോലുള്ള കുമിൾ ബാധകളാണ്. ഇത് ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ സൂഡോമോണസിന് മാത്രമേ അതിന് സാധിക്കൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സൂഡോമോണസ് മാവിൻ്റെ തടത്തിൽ ചേർത്ത് കൊടുക്കുക. സൂഡോമോണസ് എങ്ങനെയാണ് മാവിന് കൊടുക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് കൊടുക്കാനൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് 20 ഗ്രാം സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ മാവിൻ്റെ തടം, നനഞ്ഞു കിടക്കുന്ന തടത്തിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കുടഞ്ഞു കൊടുക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചാണകപ്പൊടി കമ്പോസ്റ്റോ ഇല്ലെങ്കിൽ നമ്മളെ മണ്ണിര കമ്പോസ്റ്റോ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് മിക്സ് ചെയ്ത്, അതായത് 20 ഗ്രാം മിക്സ് ചെയ്ത് നമുക്ക് തടത്തിലിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ തടത്തിലേക്ക് ഇട്ട് കൊടുത്താലും നനവ് 50% നനവ് മണ്ണിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ മണ്ണിൽ ഈ സൂഡോമോണസിൻ്റെ അണുക്കൾ വളരുകയുള്ളൂ. ഇല്ല എങ്കിൽ 5 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഒരു 100 ഗ്രാം സൂഡോമോണസ് നല്ലതുപോലെ കലക്കിയതിന് ശേഷം 10 ദിവസത്തിലോ 15 ദിവസത്തിലോ ഒരിക്കൽ നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ നാസ്ഫലിൻ അസിഡിറ്റിക് ആസിഡ് മാവിന് ധാരാളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മാവിൽ പൂത്ത മാമ്പൂ എല്ലാം മാങ്ങയായി മാറുകയും മാങ്ങയ്ക്ക് വലിപ്പമുണ്ടാവുകയും ചെയ്യും. ഇനി ഈ നാപ്സിലിൻ അസിഡിറ്റിക് ആസിഡ് നമ്മുടെ മാവിന് ലഭിക്കാൻ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ചെറിയ മിക്സ് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അതിനായി 20 ഗ്രാം സൂഡോമോണസ്, ഒരു 10 ഗ്രാം ശർക്കര 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് മാവിൻ്റെ പൂത്ത ഭാഗത്ത് പൂവിലേക്ക് ഇലകളിലേക്കും ഒക്കെ ചെല്ലത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ പ്രയോഗം നമുക്ക് ഇതുപോലെ വലിയ മാവിലൊന്നും നടക്കില്ല. എന്നാൽ ഒരു 3-4 വയസ്സ് പ്രായമുള്ള മാവിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ മാവിലുണ്ടാകുന്ന നാപ്സിലിൻ അസിഡിറ്റിക് ആസിഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. തമിഴ്നാട് പോലുള്ള വലിയ ഫാമുകളിൽ സാധാരണയായി അവർ ഇതാണ് ചെയ്യുന്നത്. അതായത് നാപ്സിലിൻ അസിഡിറ്റിക് ആസിഡ് കൃത്രിമമായിട്ട് കെമിക്കലുകളിലൂടെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്യുക. അതായത് പൂവിലേക്കും ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒരുപോലെ മാങ്ങയാവുകയും ധാരാളം മാങ്ങ നമുക്ക് ലഭിക്കുകയും ചെയ്യും. കെമിക്കലൊക്കെ വാങ്ങിച്ച് നമ്മൾ അടിക്കാൻ ഭയങ്കര പൈസയാണ്. നമ്മൾ വിചാരിക്കുന്ന പൈസയിലൊന്നും നിൽക്കില്ല. അതുകൊണ്ടാണ് 20 ഗ്രാം സൂഡോമോണസും അതുപോലെ തന്നെ 10 ഗ്രാം ശർക്കരയും മിക്സ് ചെയ്ത് കലക്കി നമ്മളെ മാവിൻ്റെ പൂക്കളിൽ കുടഞ്ഞു കൊടുത്താൽ ഈ നാപ്സിലിൻ അസിഡിറ്റിക് ആസിഡിൻ്റെ ഉൽപ്പാദനം മാവുകളിൽ ധാരാളമായി ഉണ്ടാകും. ഇതുപോലെ കുമിൾബാധയും നമുക്ക് ഇത് സ്പ്രേ ചെയ്യുന്നതിലൂടെ തടയാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ വെള്ളവും നമ്മളെ സൂഡോമോണസും കൊടുത്തത് കൊണ്ടൊന്നും നമ്മളെ മാവ് ധാരാളമായി പൂക്കുകയും കായ്ക്കുകയും ചെയ്യണമെന്നില്ല. അതിന് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മാങ്ങയ്ക്കകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, മാഗ്നീഷ്യം തുടങ്ങിയ പല ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പോരാഞ്ഞിട്ട് ധാരാളം വൈറ്റമിനുകളും അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ മാങ്ങ. അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ നമ്മുടെ മാങ്ങയിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ല ജൈവവളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങയിൽ ഇതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഘടകങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ തന്നെ മാവിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. ഇനി അത് മണ്ണിര കമ്പോസ്റ്റ് ആവാം, അതുപോലെ തന്നെ മത്സ്യവളമാവാം. മത്സ്യവളമാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മളെ വീട്ടിൽ നമ്മൾ ഡെയിലി വേസ്റ്റാക്കി കളയുന്ന മീൻ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മത്സ്യവളം ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല പോഷകമൂല്യമുള്ള അടിപൊളി ഒരു മീൻ വളം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ജൈവവളങ്ങൾ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ മാവിന് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അത് നിങ്ങൾ ഈ കാണുന്നത് പോലെ വലിയൊരു മാവാണ് പൂത്ത് നിൽക്കുന്നതെങ്കിൽ ആ മാവിന് കുറഞ്ഞത് 50 കിലോഗ്രാമെങ്കിലും ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ മാവിന് കൊടുക്കുമ്പോൾ മാങ്ങയ്ക്ക് കിട്ടേണ്ട എല്ലാ ന്യൂട്രിയൻസും മാവിൽ കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചാണ് നമ്മൾ ഈ മാവ് വളർത്തുന്നത്. അതായത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് കിട്ടുന്ന സൂര്യപ്രകാശം ഒരു 100% മാവിന് കിട്ടത്തക്ക വിധത്തിൽ അതിൻ്റെ ചോലയൊക്കെ ഒഴിപ്പിച്ച് മാവിന് നല്ല തുറസായ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വയ്ക്കാറുള്ളത്. അപ്പോൾ ഇത്രയേറെ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തായിരിക്കും നമ്മുടെ മാവിനെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഇത്രയേറെ പരിപാലിച്ച് നമ്മൾ വളർത്തിയെടുക്കുന്ന മാവിൽ നിന്നും ഒരു പൂ വന്നാൽ അത് മാങ്ങയായി നമുക്ക് കിട്ടണം. ഇല്ലെങ്കിൽ അത് നമുക്ക് തന്നെ ഭയങ്കര വിഷമമായിരിക്കും. അങ്ങനെ മാങ്ങ കിട്ടണമെങ്കിൽ നമ്മൾ മാവിന് ശരിയായ പരിചരണം കൊടുക്കണം. അതായത് മാവ് പൂത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള നനവ്, അതുപോലെ തന്നെ ജൈവവളങ്ങൾ, ഇതെല്ലാം നമ്മൾ ആവശ്യത്തിന് കൊടുത്താൽ മാത്രമേ നമ്മുടെ മാവിൽ പൂക്കുന്ന ആ മാമ്പൂവെല്ലാം മാങ്ങയായി മാറും. ഇല്ല എങ്കിൽ സൂര്യപ്രകാശമേറ്റ് ഇതെല്ലാം കരിഞ്ഞ് തറയിൽ വീണ് നശിച്ചു പോകും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്കൊന്ന് മനസ്സിരുത്തി നമ്മൾ ഒന്ന് മാവിനെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ വളർത്തുന്ന അത്ര കഷ്ടപ്പാട് അതിനെ മാങ്ങയാക്കി എടുക്കാൻ വേണ്ടി ചെയ്യണ്ട. ഇതൊക്കെ നമ്മൾ ശരിയായ അളവിൽ മാവിന് കൊടുത്താൽ മാവ് തന്നെ അത് തന്നെ ചിന്തിക്കും, ഇത്തവണ ഞാൻ മാങ്ങ എൻ്റെ ഉടമസ്ഥന് കൊടുത്തേ പറ്റൂ, ഇല്ല എങ്കിൽ ശരിയാവില്ല. കാരണം അവൻ ഇത്രയേറെ പരിചരണം എനിക്ക് തന്നതാണ്, അപ്പോൾ അവൻ അതിനുള്ള ഫലം കൊടുത്തേ പറ്റുമെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ പുതിയൊരറിവുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.